ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും യഥാവിധി പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസിനികളായി ഈ ലോകത്ത് ജീവിച്ച് മരിക്കുവാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണമേ എന്ന് അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവന്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ നമ്മെ എല്ലാവരെയും അവൻ ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത് തൗഹീദ് മനസ്സിലാക്കുക, തൗഹീദ് അറിയുക, തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് മനസ്സിലാക്കുകയും ആ ഒരു സാക്ഷ്യവചനം അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അതിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു മനുഷ്യന്റെ ഈ ഭൂമിലോക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്നാൽ തൗഹീദ് മനസ്സിലായ, തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അത് പ്രബോധനം ചെയ്തുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരാൾ അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുക എന്നത് മാത്രമല്ല, ഒരാൾ തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നുള്ളതാകുന്നു. മറിച്ച് തൗഹീദ് അറിയുന്നതോടുകൂടെ തന്നെ, തൗഹീദ് അംഗീകരിക്കുന്നതോടുകൂടെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ സർവ്വ നിമിഷങ്ങളിലും എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അനുസരിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ മറ്റു നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അംഗീകരിക്കുവാനും അതനുസരിക്കുവാനും അതൊക്കെ ജീവിതത്തിന്റെ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരുവാനും വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തുൽ ബഖറയുടെ 208-ാമത്തെ വചനത്തിലൂടെ വിശ്വാസിനികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ള മനുഷ്യന്മാരെ, അല്ലയോ തൗഹീദുള്ളവരെ, ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾ ആ പറയുന്നത് സത്യമാണ് എങ്കിൽ, നിങ്ങൾക്ക് അതിനോട് കൃത്യമായ കൂറുണ്ട് എങ്കിൽ നിങ്ങൾ പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വരുമ്പോ അതൊന്നും ഇപ്പൊ എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് അതൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോകുന്നവരായി നിങ്ങൾ മാറിപ്പോകാതിരിക്കുക. മറിച്ച് റബ്ബ് പറയുകയാണ്, പൂർണ്ണമായി നിങ്ങൾ ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അത് ഏത് നിയമം കടന്നു വന്നാലും ഏത് വിഷയം കടന്നു വന്നാലും ഞാൻ അതിൽ ഇസ്ലാമികപരമായ നിലപാട് സ്വീകരിക്കുന്നവനാണ്. എന്റെ വീട്ടിൽ ആ വിഷയത്തിൽ ഇസ്ലാമികപരമല്ലാത്ത ഒരു നിലപാട് കാണുവാൻ സാധിക്കുകയില്ല എന്ന് പറയുവാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്, വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. തൗഹീദിന്റെ വിഷയത്തിൽ ഫുൾ മാർക്ക് വാങ്ങുന്നതോടൊപ്പം തന്നെ, അതിൽ 100-ൽ 100 മാർക്ക് വാങ്ങുന്നതോടൊപ്പം തന്നെ സ്വഭാവത്തിന്റെ വിഷയത്തിലേക്ക് കടന്നു വന്നാലോ അവിടെയും നമ്മുടെ മാർക്ക് അത് 100-ൽ 100 തന്നെയാക്കി തീർക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പെരുമാറ്റ വിഷയങ്ങളിൽ അവിടേക്ക് കടന്നു വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവനാണ് ഞാനെന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിൽ എനിക്കൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഞാൻ അതിൽ കാണിക്കുകയില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ എന്റെ പെരുമാറ്റം അത് ഖുർആനും സുന്നത്തും അനുസരിച്ചു കൊണ്ടുള്ള ഒരു നിലപാടിൽ തന്നെയാണ് പോകുന്നത്. എന്റെ സ്വഭാവവും പെരുമാറ്റവും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന അതേ റൂട്ടിൽ തന്നെയാണ്, അതേ ട്രാക്കിൽ തന്നെയാണ് എന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. കുടുംബജീവിതത്തിന്റെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോഴോ തൗഹീദിന്റെ വിഷയത്തിൽ എനിക്ക് ഫുൾ മാർക്കാണ്, പക്ഷേ കുടുംബജീവിതം അത് പറയാണ്ടിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഈ അവസ്ഥ നമ്മെക്കുറിച്ച് നമ്മുടെ ഇണ പറയുന്ന ഒരവസ്ഥയുണ്ടാകരുത്. നമ്മുടെ ഭാര്യ അതല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ,
കാന ഖുലുഖുഹു അൽ ഖുർആൻ. എന്റെ ഹബീബിന്റെ, നിങ്ങളുടെ റസൂലുണ്ടല്ലോ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടയാളുണ്ടല്ലോ, അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്, അഥവാ വീട്ടിന്റെ ഉള്ളിൽ വന്ന ഞങ്ങളോടുള്ള ഇടപാടും പെരുമാറ്റവും ഞങ്ങളോടുള്ള സ്വഭാവവും എന്ന് പറയുന്നത് അത് ഖുർആനാകുന്നു. ഖുർആൻ പറഞ്ഞ ഒരു നന്മയും അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഖുർആൻ പറഞ്ഞ വിലക്കിയ ഒരു തിന്മയും എന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്നെ കുറിച്ച് എന്റെ ഭാര്യ അങ്ങനെ പറയുമോ? നമ്മളെ കുറിച്ച് നമ്മുടെ ഭാര്യമാരെങ്ങനെ പറയുമോ? നമ്മളെ കുറിച്ച് നമ്മുടെ ഭർത്താക്കന്മാരെങ്ങനെ പറയുമോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും അടുത്തൊക്കെ തൗഹീദിലേക്ക് കടന്നു വന്ന് തൗഹീദുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള ചില സഹോദരിമാരൊക്കെ നമ്മളെ കാണുമ്പോൾ പറയാറുണ്ട്, വലിയ തൗഹീദിന്റെ ആളൊക്കെയാണ് അയാള്, പക്ഷേ അയാൾ വീട്ടിലെ സ്വഭാവമൊക്കെ അറിയാത്തത് കൊണ്ടാണ്. തൗഹീദ് എന്ന് പറയുന്നത്, സലഫികൾ എന്ന് പറയുന്നത്, നിങ്ങൾ മുജാഹിദുകൾ എന്ന് പറയുന്നവര് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമെന്നാണോ പഠിപ്പിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ടും തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വരാത്ത, എന്നാൽ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള ചില ആളുകളുടെ ഭാര്യമാരൊക്കെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മോട് ചോദിക്കാറുണ്ട്. ഒരു പക്ഷെ നിങ്ങളോടും അങ്ങനെ ചോദിക്കുന്നുണ്ടാകും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം മതിയാവുകയില്ല. ഭാര്യയോടുള്ള കടമ, മക്കളോടുള്ള കടമ, അയൽവാസികളോടുള്ള കടമ, കൂട്ടുകാരോടുള്ള കടമ, കുടുംബക്കാരോടുള്ള കടമ, കൂടെ ജോലി ചെയ്യുന്നവരോടുള്ള കടമ, അതൊക്കെ കൃത്യമായി പാലിക്കുന്ന ഒരു നല്ല സ്വഭാവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും ഉടമയായിരിക്കണം ഞാൻ. തൗഹീദിന്റെ ആളാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഞാനും നിങ്ങളുമൊക്കെ ഇപ്പൊ തൗഹീദിൽ ഫുൾ മാർക്ക് വാങ്ങുമ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ സീറോ ആയി പോകുവാൻ പാടില്ല. ഇടപാടുകളുടെ വിഷയത്തെ കുറിച്ച് പലപ്പോഴും പല കച്ചവടക്കാരും പറയാറുണ്ട്, അദ്ദേഹം എന്റെ പാർട്ണറൊക്കെ തന്നെയാണ്, പക്ഷേ വിശ്വസിച്ചിട്ട് 5 പൈസകളെ കയ്യിൽ കൊടുക്കാൻ പറ്റൂല. നിങ്ങൾക്ക് അയാൾ നല്ലയാളായിരിക്കും, നിങ്ങളെ പള്ളി കമ്മിറ്റിയിൽപ്പെട്ട ആളായിരിക്കും, നിങ്ങളുടെ തൗഹീദിന്റെ പ്രബോധനത്തിലൊക്കെ ഒന്നാമത്തെ മീറ്റിങ്ങും പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഒന്നാമത് വന്നിരിക്കുന്നയാളായിരിക്കും, പക്ഷേ അദ്ദേഹത്തോട് ഇടപാട് നടത്തി നിങ്ങൾ നോക്കണം. അവിടെ നിങ്ങൾക്ക് അതിന്റെ വില മനസ്സിലാക്കാൻ പറ്റും, അയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുമെന്ന്. ഒരാളെ കുറിച്ച് വേണ്ട, എന്നെ കുറിച്ച് എന്റെ കൂടെ ജീവിക്കുന്ന ആരെങ്കിലും ഒരാൾ പറയുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തോ പ്രശ്നമില്ലേ? അവിടെ നമ്മുടെ ഈമാനിൽ എന്തോ പ്രശ്നമില്ലേ? അവിടെ നമ്മുടെ തൗഹീദിൽ എന്തോ പ്രോബ്ലം ഇല്ലേ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. തൗഹീദിന്റെ വിഷയത്തിൽ എല്ലാം കൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആണ്, പക്ഷെ ഇബാദത്തിന്റെ വിഷയത്തിലോ അത് ബിഗ് സീറോ ആണ് എങ്കിലോ ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധയും നമ്മൾ കാണിക്കാറില്ല. അത് ജമാഅത്ത് നമസ്കാരങ്ങളുടെ വിഷയമാകട്ടെ, ഇനി അതല്ലാത്ത മറ്റുള്ള കാര്യങ്ങളാവട്ടെ, ഇബാദത്തുമായി കോർത്തു വെച്ചുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ എന്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ, ഒന്ന് അളന്നു നോക്കിയാൽ കാര്യമായിട്ടൊരു ഇബാദത്തും നമ്മുടെ കൂടെ ഇല്ല എന്നാണ് എങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് രാത്രി കിടക്കുന്നത് വരെ കാര്യമായിട്ടൊന്നും അല്ലാഹുവിന് വേണ്ടി നമ്മൾ ആരാധനാപരമായി നമ്മുടെ സമയം മാറ്റിവെച്ചിട്ടില്ല എന്നാണ് എങ്കിൽ, നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എങ്കിൽ എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമുക്കില്ലേ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. തൗഹീദിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്താണ് ഞാൻ എന്ന് പറയുന്നതോടൊപ്പം തന്നെ വിവാഹത്തിലേക്ക് കടന്നു വന്നാൽ, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും, വിവാഹത്തിലേക്ക് കടന്നു വന്നാലും അവിടെ ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് നമുക്ക് ചിന്തിക്കുന്നുവെങ്കിൽ, എന്ന് നമ്മൾക്ക് തോന്നിപ്പോകുന്നുവെങ്കിൽ നമ്മൾ ആ വിഷയം ഗൗരവമായി കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വിവാഹത്തിന്റെ വിഷയത്തിൽ ഒരുപാട് പേക്കൂത്തുകൾ, ഒരുപാട് തിന്മകൾ, ഒരുപാട് ഹറാമുകൾ, ഒരുപാട് തോന്നിവാസങ്ങൾ വ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് നമ്മുടെ വീട്ടിലുള്ള വിവാഹങ്ങൾ അത് ഇസ്ലാമികപരമായ വിവാഹം തന്നെയാണ്. എന്റെ മകന്റെ വിവാഹം ഞാനത് അങ്ങനെ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. എന്റെ മകളുടെ വിവാഹം അത് ഇസ്ലാമികപരം തന്നെയാണ്. അതിലൊരു തിന്മ നിങ്ങൾക്ക് കാണാൻ പറ്റൂല, അതിലൊരു വേണ്ടാത്ത കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റൂല. അവിടെ ഒരു വിദഅത്ത്, ഒരു അനാചാരം, ഒരു ദുരാചാരം കടന്നു വന്നത് കാണിക്കാൻ പറ്റില്ല എന്ന് പറയാൻ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് എത്ര പേർക്ക് സാധിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ ആഭാസങ്ങളാണ് നടക്കുന്നത് ഞാൻ പറയേണ്ടതില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. മിഠായി കൊടുക്കല് മുതൽ അവിടുന്ന് അങ്ങോട്ട് വിവാഹം ഉറപ്പിക്കുന്നതിന്റെ മുമ്പ് എന്ന രീതിയിൽ ഫോൺ കൈമാറ്റം മുതൽ അങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്. നിക്കാഹ് നടക്കാൻ പോകുന്നത് അടുത്ത വർഷമാണ്. ചെക്കൻ ഗൾഫിൽ നിന്ന് വന്നു, പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് അടുത്ത വർഷം നിക്കാഹ് നടത്താമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം അവന്റെ വീട്ടിലെ കുറച്ച് ആളുകൾ വരുന്നു, ഒരു ഫോൺ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് ഫോൺ കോളുകളാണ്.
6 മാസം ഇവർ തമ്മിൽ അങ്ങോട്ട് സംസാരിച്ചു. ഇവർക്ക് തമ്മിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നി. അവർ പറഞ്ഞു വിവാഹം വേണ്ട എന്ന്. ഈ 6 മാസത്തെ ചാറ്റ് ഹിസ്റ്ററി, ഈ 6 മാസത്തെ കോൾ ഹിസ്റ്ററി നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ ഏത് അക്കൗണ്ടിലാണ് ഈ വധുവരന്മാരാവാൻ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ വെക്കുക? അതിന് സമ്മതം കൊടുത്ത ബാപ്പയും അമ്മയും മറ്റു കുടുംബക്കാരും ഒക്കെ ഏത് അക്കൗണ്ടിലാണ് ഇത് രേഖപ്പെടുത്തുക? ഇതാ ഓന്റെ കോള് വരുന്നുണ്ട്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് റൂമിലേക്ക് ഒറ്റക്ക് പറഞ്ഞയച്ചിട്ട് അവരെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചിട്ട് അതുപോലെ നടക്കുന്നതിന് മുമ്പ് വിവാഹം തന്നെ ഇല്ലാണ്ടായി പോയെങ്കിൽ പിന്നെ ഈ കോളുകൾ നമ്മൾ ഏത് സ്ഥിതിയിലാണ് ചേർക്കുക? അത് ഹലാലിന്റെ പരിധിയിൽ വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എന്തുകൊണ്ട് നമ്മൾ അവിടെ പറയാത്തതില്ല? അങ്ങനെയാണെങ്കിൽ നിക്കാഹ് തന്നെ കഴിച്ചിട്ട് നീ ഗൾഫിലേക്ക് തിരിച്ചു പോയിക്കോ, എന്നാ പിന്നെ നീ വിളിച്ചാലും പ്രശ്നമല്ല, നീ കൊണ്ടുപോയാലും പ്രശ്നമല്ല. അതിന്റെ മുമ്പ് അത് പറ്റില്ല. കാരണം അതാണ് ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ അപ്പുറം ഒരു തൗഹീദിന്റെ വക്താവെന്ന നിലയിൽ എനിക്ക് സാധിക്കില്ലെന്ന് പറയാൻ നമുക്ക് എന്തേ സാധിക്കാതെ പോകുന്നു? പിന്നെ റൈറ്റ് ടു ബി, ഗ്രൂപ്പ് ടു ബി, ഒരുപാട് ഹൽദി, ഒരുപാട് പരിപാടികൾ, അതിന്റെ പേരുകൾ തന്നെ കൃത്യമായിട്ട് എനിക്കറിയില്ല, കുറെ കാര്യങ്ങൾ. ഇതൊക്കെ വരുമ്പോ ഇല്ല, എന്റെ വീട്ടിൽ ഇത് അനുവദിക്കാൻ പറ്റില്ല, ഇവിടെ ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ തോന്നിവാസങ്ങളൊക്കെ നടത്തിയിട്ട് ഇതിന്റെയൊക്കെ തലയിൽ തട്ടമിടാത്തതും തട്ടമിട്ടതും എന്തൊക്കെയാവട്ടെ, ഈ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അതിന് പല വീഡിയോസ് ഉണ്ടാക്കിയിട്ട് പല ഡാൻസുകൾ ചെയ്യിപ്പിച്ചിട്ട് അത് കല്യാണത്തിന് അന്ന് ചെയ്യിക്കുന്നവരുണ്ട്, അതിന്റെ മുമ്പ് ചെയ്യിക്കുന്നവരുണ്ട്. ഇതൊക്കെ സ്റ്റാറ്റസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഗ്രൂപ്പുകളിലൂടെ തള്ളിവിട്ടിട്ട് ആ ഫാമിലി ഗ്രൂപ്പിലുള്ളവര് മുഴുവൻ മഹ്റമുകളാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഫാമിലി ഗ്രൂപ്പിലുള്ള ഞാനും നിങ്ങളും കാണുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട കുടുംബത്തിൽപ്പെട്ടതാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഹറാമല്ലെന്ന് പറയാം. പക്ഷെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് വരുമോ? അപ്പരിധി. അവരൊക്കെ ഈ തട്ടമിടാത്ത പെൺകുട്ടിയുടെ പലതരത്തിലുള്ള പേക്കൂത്തുകളും മറ്റും കണ്ടുകൊണ്ടിരിക്കുമ്പോ സ്റ്റേജിന്റെ കയറിയിട്ടുള്ള ഡാൻസുകൾ കളിക്കുന്ന അവസ്ഥ ഞാൻ നിർത്തി പറയുന്നില്ല. പക്ഷെ അവിടങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു വന്നത് റബ്ബ് പറയുകയാണ്, 2ാമത്തെ സൂറത്തിൽ തന്നെ നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിച്ചു കൊള്ളുക. ഞങ്ങളും ഇതിന്റെ ആളുകളൊക്കെയാണ് എന്ന് പറയാൻ വലിയ പണിയൊന്നുമില്ല, ഞങ്ങളും തൗഹീദിലുണ്ട് എന്ന് പറയാൻ വലിയ പണിയൊന്നുമില്ല. കാരണം അത് ശരിക്കും അംഗീകരിച്ചനുസരിച്ച ആളുകൾ നമുക്കറിയാം തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും സുഖമുള്ള പരിപാടിയാണ്. എന്നാൽ പിന്നെ വേറെ ആരെയും പേടിക്കേണ്ടതില്ല, വേറെ ഒന്നിനെയും പേടിക്കേണ്ടതില്ല. അല്ലാത്ത ആളുകൾ എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കാത്തത് നമുക്കറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സമാധാനമുണ്ട്, എന്ത് വന്നാലും എൻ്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്നുള്ള സമാധാനം. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയ അതനുസരിച്ച് ജീവിക്കുന്ന നമുക്ക് തൗഹീദിന് വലിയ പ്രശ്നമല്ല. പക്ഷെ അല്ലാഹ് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് പറഞ്ഞത് ഈമാനുള്ളവരെ ദീനിലേക്ക് നിങ്ങൾ പരിപൂർണമായി പ്രവേശിച്ചു കൊള്ളുക എന്ന്. അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, ചില സമയങ്ങളിൽ ദീനില്ലാതെ ജീവിക്കുക, അതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അഥവാ ചില വിഷയങ്ങളിൽ കണിശമായ നിലപാട്, അവിടെ നമ്മൾ പറയുന്നില്ല ഒരിക്കലും അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പറ്റില്ല. അത് വേറെ ചില വിഷയങ്ങൾ വരുമ്പോൾ അത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, അത് മോൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട്, അതിപ്പം മകളും അവരുടെ കൂട്ടുകാരികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് എന്നുള്ള ഒരു നീക്കുപോക്ക് അതൊരിക്കലും നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാൻ പറ്റുകയില്ല. ചില വിധത്തിൽ കടന്നു വരുമ്പോൾ ശക്തമായ നിലപാട് പറയുന്ന നമ്മൾ തന്നെ മറ്റു ചില വിധത്തിൽ വരുമ്പോൾ എല്ലപ്പം അങ്ങനെ നമ്മളിപ്പോൾ എതിർക്കുക, കുറച്ചൊക്കെ നമ്മൾ കണ്ടിട്ടില്ല എന്നൊക്കെ നടിച്ചിട്ട് ഇങ്ങനെ പോകേണ്ടി വരും. ഇത് വിശ്വാസികൾക്ക് പാടുള്ളതല്ല. കൃത്യമായി ഖുർആൻ എന്ന് പറയുന്നുവോ അവിടെ ഞാനുണ്ടാകും, അവിടെ എൻ്റെ വീടുണ്ടാകും, അതിന് പറ്റാത്തവർ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുന്നിടത്താണ് ഒരു രക്ഷിതാവിന്റെ ഉത്തരവാദിത്വം പരിപൂർണമായി നിർവഹിക്കുവാൻ പറ്റുക. ദീനുള്ളിടത്തെ ഈ വീട്ടിൽ സ്ഥാനമുള്ളൂ, ദീനിനെ ഈ വീടിന്റെ ഉള്ളിൽ സ്ഥാനമുള്ളൂ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയൊക്കെ ചരിത്രം പറയുന്നിടത്തും ആ വിപ്ലവം പറയുന്നിടത്തും ആ മില്ലത്ത് പറയുന്നിടത്തും പ്രാധാന്യമുണ്ടാവുകയുള്ളൂ. അല്ലാഹു പറഞ്ഞ അടുത്ത വാചകം നോക്കൂ നിങ്ങൾ, വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, ശൈത്വാന്റെ കാലടിപ്പാടുകളെ ഫോളോ ചെയ്യുന്നവരായിട്ട് നിങ്ങൾ മാറിപ്പോകരുത്. ശൈത്താൻ ഇതുപോലെ കുറേ കാര്യങ്ങളെ കണ്ടിട്ട് അതിപ്പോൾ ഒരു വിഷയമല്ല, ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളൊന്ന് മാറ്റി വെച്ചേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സ്റ്റെപ്പുകൾ നമ്മുടെ മുമ്പിൽ നിന്ന് ഇട്ട് തരും. തൽക്കാലം ഈ വിഷയത്തിൽ നമുക്ക് ഈ ഒരു നിലപാട് സ്വീകരിക്കാം. കുറേ വിഷയത്തിൽ നമ്മൾ സ്ട്രോങ് നിലപാടല്ലേ, ഇതിപ്പോ ഒന്ന് മെല്ലെ ഒന്ന് നീക്കുപോക്ക് നടത്താമെന്ന് പറഞ്ഞ് വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, ശൈത്വാന്റെ കാലടിപ്പാടുകളെ പിന്തുടരുന്നവരായിട്ട് നിങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത്. കാരണം എന്താ, ഇന്നഹു ലകും അദുവ്വും മുബീൻ, റബ്ബ് പറഞ്ഞു തരികയാണ്, തീർച്ചയായിട്ടും ആ പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാകുന്നു. ചില വിഷയത്തിലുള്ള നിങ്ങളുടെ കണിശമായ നിലപാട് കാണുമ്പോൾ പിശാചിനൊരു ആഗ്രഹമുണ്ട്, മറ്റൊരു വിഷയത്തിൽ ഇവനെ പരാജയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് നരകത്തിൽ ചെന്നാൽ എൻ്റെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇവനെ എങ്ങനെയെങ്കിലും സോപ്പിട്ടിട്ട് എൻ്റെ കൂടെ കൊണ്ടുപോകും.
ഭാര്യയുടെ രൂപത്തിൽ അങ്ങോട്ട് എത്തിക്കണം, അതല്ലെങ്കിൽ എൻ്റെ മകന്റെ വായിലൂടെ അങ്ങോട്ട് എത്തിക്കണം, അതല്ലെങ്കിൽ മകളുടെ വായിലൂടെ അങ്ങോട്ട് എത്തിക്കണം, അതല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും കൂട്ടുകാരുടെ വായിലൂടെ അവൻ എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് അവനെ എന്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ശൈത്വാൻ നിങ്ങളുടെ കൂടെ സദാസമയവും നിങ്ങളെ പ്രിയപ്പിക്കുവാനായിട്ടുണ്ടാകും. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, തീർച്ചയായും അവർ നിങ്ങളുടെ വ്യക്തമായ കൃത്യമായ ശത്രുവാകുന്നു എന്ന് അല്ലാഹു പറയുന്നു. ഫൈൻസറൽതും മിൻ ബഅദി മാ ജാഅതുകുൽ ബയ്യിനാത്ത്, ഈ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ഖുർആൻ നമുക്കറിയാം, സുന്നത്ത് നമുക്കറിയാം, ഓരോ വിഷയത്തിലും നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടുകൾ നമുക്കറിയാം. ഇതൊക്കെ മനസ്സിലായിട്ടും ഫൈൻസറൽതും, നിങ്ങൾ അതിൽ നിന്ന് വഴുതി പോവുകയാണെങ്കിലോ, നിങ്ങൾ അതിൽ നിന്ന് സ്കിപ്പായിട്ട് പോവുകയാണെങ്കിലോ, നിങ്ങൾ അതിൽ നിന്ന് തെറ്റിപ്പോവുകയാണെങ്കിലോ ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ചില കാര്യങ്ങളിൽ പിശാചിന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവരായി അതിന് ഓശാന പാടുന്നവരായിട്ട് നിങ്ങൾ മാറിപ്പോവുകയാണെങ്കിലോ അല്ലാഹു പറയുന്നു ഫഅലമു, അവിടെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അന്നല്ലാഹു അസീസുൻ ഹകീം, തീർച്ചയായും അല്ലാഹു പ്രതാപശാലിയാകുന്നു, അല്ലാഹു യുക്തിമാനാകുന്നു. കൃത്യമായിട്ട് നിങ്ങളെ കുറിച്ച് റബ്ബിനറിയാം. കൃത്യമായി നിങ്ങളെ പിടിക്കേണ്ടുന്ന സമയത്ത് റബ്ബ് പിടിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ, ഈ ആയത്ത് അവതരിക്കാനുണ്ടായ കാരണം മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും. വേദക്കാരായ ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അഥവാ ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിരുന്ന മുൻ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകളിൽ നിന്ന് ചില ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു. അല്ലാഹുവോട് മാത്രമേ ഇനി വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവർ അംഗീകരിക്കുകയും തൗഹീദിൽ അവർ പെർഫെക്റ്റ് ആയി തീരുകയും ചെയ്തു. പക്ഷേ അവര് മുമ്പേ ആചരിച്ചു വന്ന ചില ആചാരങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ ചില ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ വാപ്പാപ്പമാരൊക്കെ ചെയ്തു വന്നിരുന്ന കുറെ കാര്യങ്ങൾ അവരിങ്ങനെ കൈമാറി വന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് അത്തരം ചില കാര്യങ്ങളിലൊക്കെ നബിയെ ഞങ്ങൾ കുറെ കാലമായിട്ട് ചെയ്യുന്നതല്ലേ, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സഹകരിച്ചിട്ട് അതുമായൊക്കെ ഒന്ന് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ പോയിക്കോട്ടെ, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആയിക്കോട്ടെ എന്ന രീതിയിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. തൗഹീദുൽ നബിയെ ഞങ്ങൾ തെറ്റൂല, അത് ഞങ്ങൾ ഉറപ്പിച്ചതാണ്, പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് മാറ്റാൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുള്ളൂ എന്ന രീതിയിൽ അവർ സംസാരിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിളിച്ചിട്ടാണ് ആദ്യമായിട്ട് ഇത് പറയുന്നത്, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ആദ്യം പൂർണ്ണമായിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വാ, നിങ്ങൾ പകുതി അവിടെയും പകുതി ഇവിടെയുമാണ് എന്ന നിലപാട് കാര്യമില്ല എന്ന്. ആരോടാ പറയുന്നത്? പുതുതായി ഇസ്ലാമിലേക്ക് വന്ന മുൻ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകളോട് ഇത് പറയുന്നുവെങ്കിൽ ഞാനും നിങ്ങൾക്ക് എത്ര കാലമായി ഇതിന്റെ ആളാണ് പറഞ്ഞു നടക്കുന്നത്, എത്ര കാലമായി നമ്മുടെ നാട്ടുകാരും നമ്മളെ കുറിച്ച് പറയുന്നത് ഇവൻ തൗഹീദിന്റെ ആളാണ്, ഇവൻ സലഫിയാണ് എന്ന്. എന്നിട്ടും ഇനി ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ കടന്നു വരുമ്പോ, ഞാൻ സൂചിപ്പിച്ചതും സൂചിപ്പിക്കപ്പെടാത്തതുമായ ചില വിഷയങ്ങൾ കടന്നു വരുമ്പോ അവിടെ നമുക്ക് ഇപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒരു നിലപാട് നമുക്കവിടെ വ്യക്തമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളോട് ഈ പറയുന്ന ആയത്തിന്റെ ഗൗരവം എത്രത്തോളം വലുതായിരിക്കുമെന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, എന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ തിന്മ ചെയ്യാൻ വേണ്ടി അവന്റെ കൂടെ പോയത്. അത് ടൂറ് പോയപ്പോ പറഞ്ഞപ്പോ ഓന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവരെല്ലാവരും കുടിക്കുന്നവരായിരുന്നു, ഞാൻ ഒരല്പം ഒന്ന് ആസ്വദിച്ചിട്ട് മാത്രമേ ഉള്ളൂ, എനിക്കെന്തായിരുന്നാലും അറിയാതെ തെറ്റ് തന്നെയാണ് എന്ന്. ഇനി ഒരിക്കലും ഞാനത് കുടിക്കില്ല എന്ന് തീരുമാനിച്ചതുമാണ്. എന്നാലും അന്നത്തെ ഒരു കൂട്ടുകെട്ടിൽ ഞങ്ങളൊരു വണ്ടിയിൽ 8-10 ആൾ ഒന്നിച്ചു പോകുമ്പോ 9 ആളും അതിന്റെ ആളായപ്പോ ഞാൻ അവർക്ക് വേണ്ടി ഒരു കമ്പനിക്ക് ഒരല്പം ഒരു നിർബന്ധിച്ചപ്പോ കുടിച്ചതാണ് എന്ന് പറയുന്നുവെങ്കിൽ അല്ലാഹു നമ്മോട് പറയുന്നതോ പൂർണ്ണമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കൊള്ളണം. അവിടെ നമ്മുടെ നിലപാട് നമുക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അതിപ്പോ കുടുംബക്കാരെല്ലാവരും കൂടി അവിടെ സമ്മേളിച്ചിരുന്നു. എന്റെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും പെങ്ങന്മാരും ഒക്കെ ഉള്ള ഒരു സദസ്സായിരുന്നു. എനിക്കറിയാം അത് ഇസ്ലാമികപരമായി ചെറിയ പ്രശ്നങ്ങളാണെന്ന്. എല്ലാവരും ഓർത്തപ്പോ ഞാനായിട്ട് എന്റെ ഒരു ബുദ്ധിത്തിരിപ്പനെന്നാവണ്ട, എല്ലാവരും കൂടി എന്നിട്ട് കുറ്റം പറയണ്ടെന്ന് കരുതിയിട്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് സ്വീകരിച്ചതാണ് എന്ന് പറയുവാൻ ഈ ഒരായത്തിന്റെ അടിസ്ഥാനത്തിൽ യഹൂദികളിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നും വന്ന ആളുകളോട് നിങ്ങളുടെ അപ്പണി കൊണ്ടാണെങ്കിൽ ഇവിടെ ഇസ്ലാമിനൊരു സ്ഥാനമല്ല എന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാനം ഉണ്ടാകുമോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണമായിട്ട് ദീൻ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് കഴിയുന്നത്ര മാത്രമാണ് ചെയ്യാൻ പറ്റുക എങ്കിലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നിലപാടുകൾ അത് കൃത്യമായി തന്നെ തുറന്നു പറഞ്ഞ് ആ നിലപാടനുസരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ദീനിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഈ തൗഹീദ് അനുസരിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി അന്ന് മുതൽ ഇന്ന്
ഇന്ന് വരെയുള്ള നമ്മുടെ ഓരോ വിഷയത്തിലുമുള്ള നിലപാടുകളെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കൂടെയുള്ള ഇബാദത്തിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് മരണപ്പെട്ടു പോയാൽ നാളെ എന്ന രീതിയിൽ നമ്മുടെ നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കുമ്പോൾ എന്ത് നന്മയാണ് നമ്മുടെ കൂടെ നാളെ പാരത്രിക ലോകത്തേക്കുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ അപ്പോഴും പിശാച് നമ്മോട് പറയുന്നതാണ്, നീ ഏറ്റവും ഉഷാറാണ് എന്നല്ല, നീ ഏറ്റവും പെർഫെക്റ്റ് ആണ്. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്തായിരുന്നു? നീ ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ തൗഹീദ് ഉണ്ടായത്. എത്ര ആളുകൾക്കാണ് നീ തൗഹീദ് പറഞ്ഞു കൊടുത്തുകൊണ്ട് തൗഹീദ് കിട്ടിയത്? നീ ഇല്ലായിരുന്നുവെങ്കിൽ എത്ര ആളുകൾക്ക് ദീന് കിട്ടാതെ പോകുമായിരുന്നു. ഇതൊക്കെ ശൈത്താൻ നമ്മുടെ മനസ്സിലേക്ക് മന്ത്രിക്കുന്നതാണ്. നീ ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കൂലായിരുന്നു എന്നൊക്കെ പിശാച് നമുക്ക് പറഞ്ഞു തരുന്നില്ലേ? നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ഞാനാണ് ആദ്യമായിട്ട് ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചത്, ഞാനാണ് ആദ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്, ഞാൻ ആരും കുറ്റപ്പെടുത്തിയാൽ എനിക്ക് ഇവിടുത്തെ ആളുകൾ അറിയില്ല. ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ട് എന്നോടൊക്കെ ശൈത്താൻ പറയുന്ന മന്ത്രിക്കുന്ന ചില വാക്കുകളാണ്. നീ ഉഷാറാണ്, എല്ലാം പെർഫെക്റ്റ് ആണ്, അത്രയൊക്കെ ചെയ്യുന്നില്ലേ, അതുകൊണ്ട് എന്തായിരുന്നാലും നീ സ്വർഗത്തിലാണ് എന്ന് ശൈത്താൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും. മദീനയിൽ ചില ആളുകൾ ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ചില ആളുകളൊക്കെ, ഞാൻ ആ കുടുംബത്തിലെ ഏറ്റവും ഹീറോ ആയിരുന്നു, ഞാൻ അവിടുത്തെ ഏറ്റവും ഉഷാറുള്ള മനുഷ്യനായിരുന്നു, ഞാൻ പറഞ്ഞാൽ ആ കുടുംബം മൊത്തം കേൾക്കുമായിരുന്നു, ആ ഗോത്രം മൊത്തം എന്റെ കീഴിലായിരുന്നു എന്നൊക്കെ രീതിയിൽ ചില ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഇങ്ങനെ വീമ്പ് പറയാൻ തുടങ്ങി. ഞാൻ ഏറ്റവും ഉഷാറാണ്, ഞാൻ വന്നതുകൊണ്ടാണ് അവർ മൊത്തം ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. ആ സമയത്ത് 49ാമത്തെ സൂറത്തുൽ ഹുജറാത്തിന്റെ 17ാമത്തെ വചനത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പറഞ്ഞു കൊടുത്തു, യമുന്നൂന അലൈക അൻ അസ്ലമു. ഇതാ നബിയെ, ചില ആളുകളൊക്കെ വന്നിട്ട് അവർ ഇസ്ലാം സ്വീകരിച്ചത് വലിയ കാര്യമായിട്ട്, അവർ ചെയ്ത വലിയ ഒരു ഔദാര്യമായിട്ട് താങ്കളോട് എടുത്തു പറയുന്നു. ഓലിങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് ഇവിടെ എന്തോ നഷ്ടമുണ്ടാകുമെന്ന രീതിയിൽ ഇപ്പൊ ഇസ്ലാം സ്വീകരിച്ച ചില ആളുകളൊക്കെ അവരാണ് ഏറ്റവും ടോപ്പ് എന്ന രീതിയിൽ നബിയെ യമുന്നൂന അലൈക അൻ അസ്ലമു, അവരുടെ ഇസ്ലാം സ്വീകരണത്തെ താങ്കളോട് വലിയ ഔദാര്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. നബിയെ, താങ്കൾ അവരോട് പറഞ്ഞു കൊടുക്കുക, ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത് വലിയ കാര്യമാണെന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരേണ്ടതില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നു എന്നുള്ളത്, നിങ്ങൾ ഇങ്ങോട്ട് വന്നു എന്നുള്ളത് അതിന് മഹത്തായ സംഭവമാണ് എന്ന് അവതരിപ്പിച്ചുകൊണ്ട് നബിയെ, താങ്കളുടെ അടുത്തേക്ക് ഒരാളും വരേണ്ടതില്ല എന്ന് താങ്കൾ പറഞ്ഞുകൊള്ളുക. ബലില്ലാഹു യമുന്നു അലൈക്കും, മറിച്ച് അവർ ചിന്തിക്കേണ്ടത്, അവർ തിരിച്ചറിയേണ്ടത്, അല്ലാഹുവാണ് അവരോട് ഔദാര്യം കാണിച്ചിട്ടുള്ളത്. അൻ ഹദാകും ലിൽ ഈമാൻ, നിങ്ങളെ ഈമാനിലേക്കുള്ള ഹിദായത്ത് നൽകുക വഴി. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അല്ലാഹുവോട് കാണിച്ച ഔദാര്യമാണ്, അല്ലാഹു റസൂലിനോട് കാണിച്ച ഔദാര്യമാണെന്ന് പറയണ്ട. നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയത് അല്ലാഹ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു വലിയ നിഅമത്താണ്, അതൊരു അനുഗ്രഹമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കുൻതും സ്വാദിഖീൻ, അവിടെ അല്ലാഹു കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പറയുന്നത് സത്യമാണ് എങ്കിൽ, അഥവാ ഞങ്ങൾ തൗഹീദിന്റെ ആളാണെന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അത് സിദ്ഖോട് കൂടിയാണ് എങ്കിൽ ആ വാക്കിലേക്ക് ഗൗരവം നമ്മൾ ചിന്തിക്കണം. ഇൻകുന്തും സ്വാദിഖീൻ, ഇപ്പോഴും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ ചാടക്കാണെങ്കിൽ ഒരു ഫലം ഉണ്ടാവില്ല. അതാണ് നിങ്ങൾ പറയുന്നത് സത്യമാണ് എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകുകയും അല്ലാഹു നിങ്ങളോട് അങ്ങോട്ട് ഔദാര്യം കാണിച്ചിരിക്കുകയാണ്. അല്ലാതെ ഇങ്ങോട്ട് എന്തെങ്കിലും വലിയ കാര്യമാണ് എന്ന് കരുതി വരേണ്ടതില്ല എന്ന് ഇത് നമ്മൾ കൃത്യമായി ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് ദുഖുലു, ഞാനും നിങ്ങളും പൂർണ്ണമായി ദീനിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്, പരിപൂർണമായി ദീൻ അംഗീകരിക്കേണ്ടതുണ്ട്, അതനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. രണ്ട്, വല തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, ശൈത്വാന്റെ പിന്നാലെ പോകുന്നവരായി, പിശാചിന്റെ കാലടിപ്പാടുകളെ ഫോളോ ചെയ്യുന്നവരായിട്ട് നമ്മൾ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. ഏത് വിഷയം നമ്മുടെ മുമ്പിൽ വന്നാൽ അവിടെ നമ്മൾ ചിന്തിക്കണം, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിയാണോ അതോ ഇബ്ലീസിന്റെ വഴിയാണോ എന്ന്. ഇത് ഞാൻ അനുസരിച്ച് ജീവിച്ചാൽ അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ ഒരു സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കാരണമായി തീരുമോ, അതോ പിശാചിനെ തൃപ്തിപ്പെടുത്തി പിശാചിനെ ഇഷ്ടപ്പെടുത്തിയിട്ട് നരകത്തിലേക്ക് ശൈത്വാന്റെ കൂടെ പോകാനുള്ള വഴിയായി തീരുമോ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഒരു ചിന്ത സദാസമയവും നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ നമ്മുടെ ദീന് ഭദ്രമായിരിക്കും, നമ്മുടെ ഇസ്ലാം ഭദ്രമായിരിക്കും, നമ്മുടെ ഈമാൻ ഭദ്രമായിരിക്കും, നമ്മുടെ തൗഹീദ് ക്ലിയർ ആയിരിക്കും. ഇല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ തൗഹീദിന്റെ ആളാണെന്ന് അങ്ങനെ പറഞ്ഞ് മരിച്ചു പോകേണ്ടി വരും. പരലോകത്ത് ചെല്ലുമ്പോൾ അമലുകൾ കണക്കാക്കി നോക്കുമ്പോൾ അമലുകൾ കാര്യമായൊന്നുമില്ലാത്ത, എന്നാൽ അതിൽ കുറെ പ്രശ്നങ്ങൾ, ഗുരുതരമായ പോരായ്മകളുമായിട്ട് റബ്ബിന്റെ മുമ്പിൽ മുട്ടുകുത്തി യാചിച്ചുകൊണ്ട് അവസാനം ഒരു രക്ഷയുമില്ലാതെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അകപ്പെടേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وبعد. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കി അത് സ്വീകരിച്ച് അതനുസരിച്ച് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഭൗതികപരമായ കോണിലൂടെ നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ചില പ്രയാസങ്ങൾ കടന്നു വന്നു എന്ന് വരാം. അതൊക്കെ പാലിച്ചു മുന്നോട്ട് പോകുമ്പോൾ ചില പ്രതിസന്ധികളും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു എന്നും വരാം. പക്ഷെ എന്ത് വന്നാലും അവിടെയൊക്കെ ഞാൻ തൗഹീദിന്റെ ആളാണ്, ഞാൻ ദീനിന്റെ ആളാണ്, ഞാൻ ഇസ്ലാമിന്റെ ആളാണെന്ന് ഉറക്കെ പറയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാന്മാരായിരുന്ന സ്വഹാബത്തിന്റെ ജീവിതം നമുക്കതിന്റെ മാതൃകയാണ്. മക്കയിൽ ബനു അദിയ ഗോത്രത്തിൽപ്പെട്ട ഒരു അടിമ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ തുടക്കകാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിട്ടില്ല, അഥവാ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം ശത്രുഭാഗത്ത് മക്ക മുശ്രിക്കുകളുടെ ഭാഗത്ത് നിലകൊള്ളുന്ന ഒരു സമയമാണ്. ബനു അദിയ ഗോത്രത്തിലെ ഒരു അടിമ സ്ത്രീ മുഹമ്മദിൽ വിശ്വസിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു വാർത്ത മക്കയിൽ ആകെ പ്രചരിക്കുകയാണ്. ഇസ്ലാം സ്വീകരിച്ചവർ തന്നെ തങ്ങളുടെ ഇസ്ലാം മത സ്വീകരണം രഹസ്യമാക്കി വെക്കുന്ന ഒരു സമയത്ത്, പലർക്കും പരസ്യമാക്കുവാൻ പേടിയുള്ള ഒരു സമയത്ത്, ഒരു അടിമ സ്ത്രീയുടെ ഇസ്ലാം മത സ്വീകരണം അത് വലിയ ഒരു വാർത്തയായിട്ട് മക്കയിൽ പ്രചരിച്ചു. ഉമറിന്റെ കാതിലേക്ക് ഈ ഒരു വാർത്ത കേൾക്കുകയാണ്. അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിയുന്നില്ല. വലിയ ഗോത്രത്തിലുള്ള ആളുകൾ പോലും, അല്ലെങ്കിൽ വലിയ തറവാട്ടിലുള്ള ആളുകൾ പോലും ഇത് സ്വീകരിക്കാൻ മടിച്ചു നിൽക്കുന്ന, പേടിച്ചു നിൽക്കുന്ന, സ്വീകരിച്ചവർ തന്നെ രഹസ്യമായിട്ടൊക്കെ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഒരടിമ സ്ത്രീ മാത്രമായിട്ടുള്ള ഇവൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നതായിരുന്നു ഉമറിനെ ചിന്തിപ്പിച്ചത്. അദ്ദേഹം ആ സ്ത്രീയുടെ അടുത്ത് വന്നു, കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ അടിമ സ്ത്രീക്ക് ഒന്നും പേടിക്കാനില്ലായിരുന്നു. അവർ അല്ലാഹുവിനെ മാത്രം പേടിക്കുന്നവളായതുകൊണ്ട് തന്നെ അവൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറിനോട് പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഞാൻ മുഹമ്മദിൽ വിശ്വസിച്ചിട്ടുണ്ട്, ആ ഒരു ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവളാണ്. അദ്ദേഹത്തിന്റെ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. അദ്ദേഹം ആ സ്ത്രീയെ പൊതിരെ തല്ലി എന്നുള്ളതാണ്. ഒരുപാട് അടിച്ചു. എത്ര അടി കിട്ടിയിട്ടും ആ സഹോദരി ആ ഒരു ദീനിൽ നിന്ന്, മതത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി തയ്യാറായില്ല എന്നാണ്. അടിച്ചടിച്ചടിച്ച സഹോദരി നിലത്തു വീണു എന്നുള്ളതാണ്. എന്നിട്ടും ഉമർ അടി തുടർന്നു എന്ന്. അവസാനം ആ സഹോദരിക്ക് ഒരു മാറ്റവുമില്ലെന്ന് കണ്ടപ്പോ ഉമർ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഉമർ പറഞ്ഞ ഒരു വാചകം ഉണ്ടായിരുന്നു, എന്റെ കൈകൾ തളർന്നു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ അടി നിർത്തുമായിരുന്നില്ല, ഞാൻ ക്ഷീണിച്ചു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഞാൻ ആ സഹോദരിയെ വിടുമായിരുന്നില്ല എന്ന്. അഥവാ ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന, അത്രമാത്രം യുവാവായിരുന്ന ഉമറിന്റെ കൈകൾ ആ സഹോദരിയെ തല്ലിയിട്ട് അദ്ദേഹം ക്ഷീണിച്ചു പോയി. പക്ഷേ ആ അടിമ സ്ത്രീയുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഈമാൻ അത്രമാത്രം അടികൊണ്ടിട്ടും ഒരൽപ്പം പോലും ക്ഷീണിച്ചു പോയില്ല എന്നുള്ളതാണ്. അതാണ് തൗഹീദിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. നമുക്കൊക്കെ കുടുംബത്തിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ചെറിയ ആക്ഷേപങ്ങളാണ്. നമുക്കറിയാം അതിന് ഓവർകം ചെയ്യാൻ നമുക്ക് തന്നെ കഴിയുമെന്നുള്ളത്. കാരണം നമ്മൾ ആരും അവരുടെ ആരുടെയും കീഴല്ല എന്നുള്ളത്, നമ്മൾ ആരെയും പേടിച്ച് ജീവിക്കുന്നവരുമല്ല എന്നുള്ളത്. ഏറി വന്നാൽ അവർ ഈ വിഷയങ്ങളിലും നമ്മോട് കൂടെ കൂടില്ല. അവ പണ്ടേ അങ്ങനെയാണ്, ഇത്ര മാത്രമേ കേൾക്കേണ്ടി വരുള്ളൂ. അവരാരും നമ്മെ അടക്കി ഭരിക്കുന്നില്ല. എന്നിട്ടും നമുക്ക് ചില വിഷയങ്ങളിൽ അവരെ പേടിക്കേണ്ടി വരുന്നുവെങ്കിൽ നാം ആലോചിച്ച് നോക്കുക. ഉമറിനെ പോലെയുള്ള ശക്തനായ ഒരു മനുഷ്യന്റെ കരങ്ങളിൽ നിന്ന് അടികൊണ്ടിട്ടും ഒരു സഹോദരി, അതും ഒരു പെണ്ണ്, അത്രമാത്രം അടികൊണ്ടിട്ടും തളർന്നു പോയിട്ടില്ല എന്ന് നമ്മുടെ ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട്, അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, ദീനിന്റെ നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എങ്കിൽ അതായിരിക്കും നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്. അല്ലാഹ്, നിന്റെ ദീൻ ഞാൻ കറക്റ്റ് മനസ്സിലാക്കി അന്നു മുതൽ ഒരു വിഷയത്തിലും ഒരടി പോലും ഞാൻ പിറകോട്ട് പോയിട്ടില്ല, ഒരു നീക്കുപോക്കിനും ഒരാളുടെ മുമ്പിൽ ഞാൻ പോയിട്ടില്ല. ഇവിടെ വരുമ്പോൾ നിന്നെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടണമെന്ന ഒറ്റ കൊതിയല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതെൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് തിന്മകളുമായി ബന്ധപ്പെട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ചെയ്യാൻ പോയിട്ടില്ല. അവർ കുറേ കാര്യത്തിൽ എന്നെ എങ്ങനെ നിർബന്ധിച്ചിരുന്നു, പല തോന്നിവാസങ്ങൾക്കും എന്നെ വിളിച്ചിരുന്നു, പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനന്ന് വിദ്യാർത്ഥിയായിരുന്നു, ഞാൻ
ഞാനൊന്ന് യുവാവായിരുന്നു, എന്നിട്ടും എനിക്ക് എന്റെ ദീനിനോടൊരു താല്പര്യമുണ്ട്, എനിക്ക് എന്റെ പ്രവാചകനോടൊരു മഹബ്ബത്തുണ്ട് എന്നതുകൊണ്ട് റബ്ബേ ഞാൻ ആ സമയത്ത് പോലും അതിൽ നിന്നൊന്നും മാറിപ്പോയിട്ടില്ല. നിന്റെ ദീനിന്റെ വിഷയത്തിൽ എല്ലാ സമയത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല മനുഷ്യനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു എന്ന് റബ്ബിനോട് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സന്തോഷത്തോടുകൂടി നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുന്ന, റബ്ബിന്റെ സ്വർഗ്ഗം പുൽകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീന് പരിപൂർണമായി മനസ്സിലാക്കി അത് അംഗീകരിച്ച് അതനുസരിച്ചുകൊണ്ട് പൂർണ്ണമായി തന്നെ ദീനിൽ പ്രവേശിച്ചവനായി ഈ ലോകത്ത് ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബേ നാളെ ഭാഗത്തിന് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്തിന് നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും ബദരീങ്ങളോടും ശുഹദാക്കളോടും കൂടെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കളിച്ച് രസിക്കുവാനുള്ള മഹത്തായ തൗഫീഖ് നിങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. അമ്പിയാക്കന്മാരുടെ നേതാവ്, ഔലിയാക്കന്മാരുടെ നേതാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ ആകുന്ന പാനീയം നുകരുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. റബ്ബേ പലതരത്തിലുമുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് ആശുപത്രികളിലും വീടുകളിലുമെല്ലാം വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വേദനകളും നൊമ്പരങ്ങളും എല്ലാം പിടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ റബ്ബേ അവർക്ക് എല്ലാവർക്കും നീ ആശ്വാസം നൽകണമേ, അവർക്ക് നീ സമാധാനം നൽകണമേ, അവർക്ക് നീ ശിഫ നൽകണമേ, അവർക്ക് നീ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി ഞങ്ങളോടുകൂടി ദീനിന്റെ മാർഗത്തിൽ അധ്വാനിക്കുവാനുള്ള ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും തൗഫീഖും നീ പ്രദാനം ചെയ്യണമേ. റബ്ബേ വാർദ്ധക്യപരമായ വേദനകൾ കൊണ്ട് നൊമ്പരങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. നമസ്കാരം പോലും മര്യാദയ്ക്ക് നിർവഹിക്കാൻ പറ്റാത്ത രീതിയിൽ പല വേദനകളും കടിച്ചമർത്തുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ആശ്വാസം നൽകണമേ, അവർക്ക് നീ സമാധാനം നൽകണമേ, അവരുടേതായ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി തന്നെ ചെയ്യാനുള്ള ആരോഗ്യവും ആഫിയത്തും തൗഫീഖും അവർക്ക് നീ പ്രദാനം ചെയ്യണമേ. റബ്ബേ ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഈ രാജ്യത്തെ ഞങ്ങൾക്ക് നീ രക്ഷയും സമാധാനവും നൽകണമേ. റബ്ബേ ഇസ്ലാം സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം ലോകത്തിന്റെ മുട്ടുമൂലകളിൽ പീഡിപ്പിക്കപ്പെടുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട്. അവർക്ക് നീ രക്ഷ നൽകണമേ, അവർക്ക് നീ സമാധാനം നൽകണമേ, അവർക്ക് നീ വിജയം നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات.